പപ്പയുടെ പെട്ടെന്നുള്ള മരണം. അതിനുശേഷമാണ് മമ്മി ഒരു രോഗിയായത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മമ്മിക്ക് ഞാനും എനിക്ക് മമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മമ്മിയുടെ മരണം കൂടിയായപ്പോൾ ശരിക്കും ഞാൻ തനിച്ചായതുപോലെ. എങ്ങനെയുണ്ട് പുതിയ സ്ഥലത്തെ താമസമൊക്കെ? ആ, കുഴപ്പമില്ല. ജവഹർ കോളനി അല്ലേ, അതിനടുത്താ മമ്മിയുടെ വീട്. ആണോ? അതിനടുത്ത് തന്നെ എന്റെയും വീട്. കഷ്ടി 1 കിലോമീറ്റർ ഉള്ളൂ അവിടുന്ന്. ഓ, മമ്മയെ കൂടാതെ വേറെ ആരൊക്കെ ഉണ്ട് അവിടെ? മാമന്മാർ ഒന്നല്ല 4 പേർ. എന്നിട്ട് ഇതുവരെ അവരെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അവളോടതിന് ഒരു മറുപടി പറയാൻ ഞാൻ ശ്രമിച്ചില്ല. എൻ്റെ മമ്മി പോലും അവരെക്കുറിച്ച് പലതും മറച്ചു വെച്ചു. ചിലപ്പോൾ അവരെ കാണുന്നതോ അവരുമായി ഇടപഴകുന്നതോ ഇഷ്ടമല്ലായിരിക്കും. മമ്മിക്ക് അവരെ ഭയമായിരുന്നു. അതുപോലെ അവരും ഭയന്ന് ജീവിക്കുന്നവരായിരുന്നു. മമ്മി അവസാന നാളുകളിൽ അവരെക്കുറിച്ച് എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വേദനകൾക്കിടയിൽ വാക്കുകളെല്ലാം അവ്യക്തമായിരുന്നു. എന്തായിരിക്കും മമ്മി പറയാൻ ശ്രമിച്ചത്? മൂന്ന്, 4, 5. എടാ അത് എണ്ണി വെച്ചതാ. അതിനകത്ത് വെച്ചാ പോരെ? വെച്ചാ മതി. നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങനെ വലിച്ചേട്ടുണ്ടാവും. ഇവരിൽ മൂത്തത് ജോസങ്കിളാണ്. പുള്ളി ഒളിവിലാണെന്നറിയാം. ഇടയ്ക്കിടെ പോലീസ് അങ്കിളിനെ തിരഞ്ഞു വരാറുണ്ട്. ഒളിവിലാണെങ്കിലും മറ്റുള്ള മാമന്മാരും ജോസങ്കിളുടെ ഇടപാട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എപ്പോഴും നോട്ടുകൾ അടുക്കി വെക്കുന്നത് കാണാം. പക്ഷേ എന്തൊക്കെയാണ് ഇടപാടുകളെന്ന് എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഡ്രഗ്സ് പോലെ എന്തോ ആവാം. പിന്നെ നമ്മുടെ മുസ്തഫ എഴുന്നേറ്റോ? 1 രൂപ വേണമെന്ന് പറഞ്ഞായിരുന്നു. എന്തോ മോൾക്ക് എന്തോ ഓപ്പറേഷനോ എടുത്തു. ജ്യൂസ് വേണോ മോനെ നിനക്ക്? ഏയ് വേണ്ട വന്നു. ഇവിടുത്തെ താമസമൊക്കെ നിനക്ക് ആ, ഇഷ്ടമായി? ഇഷ്ടമായി. ജ്യൂസ് നല്ലതാണ്. വേണ്ട, കുഴപ്പമില്ല. നീ എഴുന്നെടുത്തു. അതാ ഇതുവരെ എന്നെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നിനക്ക് എത്ര വേണ്ടത്? 3 കെട്ടെടുത്ത് ബാഗിൽ വെച്ചു. റൂബി, ഗോ ഗോ ഗോ, ടേക്ക് റെസ്റ്റ്. മമ്മ, ഇത് വെള്ളം ചൂടാക്കില്ലേ മമ്മ? അയ്യോ മറന്നു. മതിയോ? എനിക്ക് 9 മണിക്ക് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ചൂടാവല്ലേ, ഇപ്പൊ റെഡിയാക്കി എന്താ മമ്മ, എന്താ മമ്മ ഇത്? കുഞ്ഞുമാവ തണുത്ത വെള്ളത്തിൽ കുളിച്ചാലേ പനി വരും. എടുത്തു വെച്ചു. ഒന്ന് പോടാ. മമ്മയാണ് ഇവർക്കെല്ലാം. മമ്മയ്ക്കും അങ്ങനെ തന്നെ. ഇവർ നടത്തുന്ന എല്ലാ ഇല്ലീഗൽ ഇടപാടുകൾക്കും പൂർണ്ണ പിന്തുണയുമായി മമ്മ കൂടെ തന്നെയുണ്ട്. ഇതുമായൊക്കെ പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാണ് ഞാനും. അമ്മാവന്മാരിൽ ഏറ്റവും ഡീസന്റ് എബിയങ്കിളാണ്. എബിയങ്കിളിന് മാത്രമേ ഒരു കുടുംബമുള്ളൂ. നിലവിൽ ഇല്ലീഗലായ എല്ലാ ഇടപാടുകളും നിർത്തി ഈ കുടുംബത്തിൽ നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ. അതുകൊണ്ട് തന്നെ ജോസങ്കിൾ ഒഴികെ മറ്റു മാമന്മാരുമായി പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അവരൊക്കെ എബിയങ്കിളിനെ കളിയാക്കാറുമുണ്ട്. എന്നാലും എബിയങ്കിളിന് പ്രതീക്ഷയുണ്ട് ഒരു നല്ല ജീവിതത്തെക്കുറിച്ച്. Hello, Papa is home. Come on. Hey. അവൾക്കൂടെ കൊടുക്കടാ, സൂക്ഷിച്ചു വെച്ചോ. എന്തായി? ചോറൊന്നും ആയില്ലേ? ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു 5 മിനിറ്റ്. നേരമായിരുന്നു. മനുഷ്യരുടെ വിശന്ന് കുടല് കഴിഞ്ഞിരിക്കുമ്പോഴാണ്.
വേഗം എടുത്ത് നോക്കി. ആ. ആ ഹലോ, എന്താണ് വിശേഷം? വിശക്കുന്നുണ്ടോ? എനിക്കും വിശക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒരേ മെനുവാ. കാലത്ത് ഇഡ്ഡലി, ഉച്ചയ്ക്ക് ചോറ്. മേശപ്പുറത്തൊന്നും കാണുന്നില്ലല്ലോ. ഒന്ന് സമാധാനപ്പെടേണ്ട ബി. നിനക്ക് കാറൊന്നുമില്ല കളിക്കാൻ. നിനക്ക് ഞാനൊരു ബെൻസ് വാങ്ങിച്ചു. ബെൻസ്. ഇത് ഇന്നത്തെ പേപ്പറല്ലോ. ബെഡ്റൂമിൽ കൊണ്ടുപോയി വെച്ചോ? ഇല്ല, എടുത്തിട്ടില്ല. ഉച്ചയായി, പേപ്പർ ഒന്നും എടുത്തൂടെ? അതിനെന്റെ കൈയൊന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ? ആ, ഇനിയിപ്പോ ഞാൻ എടുത്തോളാം. ആ, ഇതൊന്നും ജോസങ്കിളിനെ തിരഞ്ഞ് പോലീസുകാർ എല്ലായിടത്തും എത്താറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ എബിയങ്കിളാണെങ്കിൽ പലപ്പോഴും പരിഹസിച്ചാണ് വിടാറ്. അതിൻ്റെ ഒരു അരിശം അവർക്കുണ്ടെങ്കിലും അവരത് പുറമേ പ്രകടിപ്പിക്കാറില്ല. സാറന്മാർ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടെ വന്നിട്ടില്ല, വരാറുമില്ല. തന്നോട് ആര് പറഞ്ഞു ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? ഒന്ന് പോടോ. സാറിന് ഈ പൂവ് വേണം. നല്ല മണമുള്ള പൂവാ. ഈ പരിസരത്തൊന്നും ഇത്രയും മണമുള്ള പൂവ് കിട്ടില്ല. വാങ്ങിക്കൂ സാറേ. കുറെ നേരയിലെ വെയിറ്റ് ചെയ്യുന്നു. വാങ്ങിക്കൂ സാറേ. ഹാവ് എ നൈസ് ഡേ. ഇവന്റെ അഹങ്കാരം ഞാൻ തീർക്കുന്നുണ്ട്. അവനെ നമുക്ക് പിന്നെ കിട്ടും. ഭാര്യയും മക്കളും കാറിലുണ്ട്. പച്ചക്കറി നോക്കാനെന്നാ പറഞ്ഞത്. അല്ല, ഫോണിലൂടെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. പഴയതുപോലെ അല്ല കാര്യങ്ങൾ. പേഴ്സൻറ്റേജ് കൂട്ടിത്തരണം. കഴിഞ്ഞ 3-4 വട്ടം പറഞ്ഞു തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. നടക്കില്ല. അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? ഇല്ലല്ലോ. ഈ കച്ചവടത്തിൽ നഷ്ടം വന്നാൽ താൻ സഹിക്കൂ. അത് പിന്നെ ഇപ്പൊ കൈനനേതാണല്ലോ കിട്ടുന്നത്. ചുമ്മാ കിട്ടുമ്പോ അങ്ങനെയാ. ഇത് മനുഷ്യന്റെ മാത്രം സ്വഭാവം. സോളമ, ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന കാര്യം മറക്കണ്ട. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നുണ്ടല്ലോ. ഡിപ്പാർട്ട്മെന്റ് 1 വർഷം തരുന്നതിന്റെ 10 ഇരട്ടിയാ ഞങ്ങൾ തനിക്ക് തരുന്നത്. ഇതിനേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ പേര് നടക്കുന്ന സുധാകരന്മാരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെയും കിട്ടും. പിന്നെ അപ്പന്റെ കാലം മുതലേ ഞങ്ങളുടെ ഡീലിൽ താനും ഉണ്ട്. അതിന്റെ പേരിൽ വെറുതെ അത്യാഗ്രഹം കാണിക്കില്ല സുധാകര. മുസ്തഫ.